കൊണ്ട് മണം പിടിക്കുന്ന ജീവിയെ അറിയാമോ? നമ്മൾ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യില്ലേ, അതേപോലെ ഇവന്മാർ മൂക്കടയ്ക്കുകയും തുറയ്ക്കുകയും ചെയ്യും. ഇതിനെ കണ്ട് കുഞ്ഞു കുട്ടികൾ ദിനോസറിന്റെ കുട്ടി എന്നും പറഞ്ഞ് വാ പൊളിച്ചു നിൽക്കുന്നതും കാണാറുണ്ട്. രണ്ടായി പിളർന്ന നാവുകൊണ്ട് പാമ്പിനെ പോലെ ഇടയ്ക്കിടെ പുറത്തേക്ക് നീട്ടിയുള്ള ഇതിന്റെ കളി കണ്ടാൽ ആർക്കായാലും ചെറിയൊരു ഉൾക്കിടലും ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഉടുമ്പുകളെ കുറിച്ചാണ്. ഇവന്മാരെ കുറിച്ചുള്ള ചില അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഉടുമ്പ് പിടിച്ചാൽ പിന്നെ അത് വിടണമെങ്കിൽ ഉടുമ്പ് തന്നെ വിചാരിക്കണം, അത്ര കടുംപിടുത്തമാണ് ഉടുമ്പുകളുടേത്. ഈ ഒരു പ്രയോഗം കേട്ടിട്ടില്ലേ? ഈ പറഞ്ഞ ഉടുമ്പ് ഒരടി തന്നാലോ ആള് കാഞ്ഞു പോവുമെന്നും പറയാറുണ്ട്. അതിന്റെ വാലും കൊണ്ടുള്ള അടിക്ക് അത്ര ശക്തിയാണത്രേ. അതുകൊണ്ടൊക്കെ തന്നെ പണ്ട് ഛത്രപതി ശിവജി മഹാരാജാവ് മുഗൾ മറാത്ത യുദ്ധകാലത്ത് കൊണ്ടാന കോട്ട പിടിച്ചടക്കിയത് വരെ ഇവന്മാരുടെ സഹായത്തോടെയാണെന്നുള്ള മറ്റൊരു കഥയുണ്ട്. ഇവന്മാരുടെ ചോര കുടിച്ചെന്നും ഇറച്ചി കഴിച്ചെന്നുമൊക്കെ ഓരോരുത്തർ വീമ്പ് പറയുമ്പോൾ അവരെ ഇതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ. നോക്കി കഴിച്ചില്ലെങ്കിൽ പണി ഉടുമ്പിറച്ചിയിൽ കിട്ടുമെന്ന്. തട്ടിപ്പോവാൻ വരെ സാധ്യതയുള്ള നല്ല ഒന്നാന്തരം വിഷലാർവകൾ അടങ്ങിയ ഇറച്ചിയാണ് ഇവരുടേത്. അതിനൊപ്പം വനം വകുപ്പും എടുത്തുകൊണ്ടു പോകുമെന്നും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഈ ഉടുമ്പുകളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് എന്താണ് തോന്നിയത്? അതങ്ങ് കമന്റ് ചെയ്യുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വരാണസ് ജനുസിൽപ്പെട്ട ഉരകമാണ് ഉടുമ്പ്. ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ് പ്രധാനമായും ഇവയെ കാണുക. മോണിറ്റർ ലിസാർഡ് എന്നാണ് ഇംഗ്ലീഷിൽ ഉടുമ്പിനെ വിളിക്കുക. പിൻകാലുകളിൽ ശരീരം ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് ചുറ്റും നിരീക്ഷിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നിരീക്ഷകൻ എന്ന ഈ പേര് വന്നത്. മുതലമുട്ടകൾ തട്ടിയെടുക്കാനായി ഇവർ ചതുപ്പും വെള്ളക്കെട്ടുമുള്ള സ്ഥലങ്ങളിൽ തഞ്ചി നിൽക്കുന്നത് കാണാം. അതിനാൽ ഇവയുടെ സാന്നിധ്യം മുതല അടുത്തുള്ളതിന്റെ അപായ സൂചന നമുക്ക് നൽകും എന്നതിനാലാവും മോണിറ്റർ ലിസാർഡ് എന്ന പേര് ഇവർക്ക് കിട്ടിയത് എന്നൊക്കെ പറയാറുണ്ട്. ഇന്തോനേഷ്യയിലെ കൊമോഡോ ദ്വീപിൽ കണ്ടെത്തിയ ഭീമാകാരന്മാരായ കൊമോഡോ ഡ്രാഗൺ ആണ് മോണിറ്റർ ലിസാർഡുകളിൽ ഏറ്റവും വലിപ്പം കൂടിയ ഇനം. ഏകദേശം 10 അടി നീളവും 70 കിലോ ഭാരവുമുള്ള ഇവ അപകടകാരികൾ കൂടിയാണ്. മൂക്കിന്റെ അറ്റം മുതൽ വാലറ്റം വരെയായി 60 മുതൽ 175 സെന്റിമീറ്റർ വരെ നീളമുള്ള ഉടുമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 7 മുതൽ 10 കിലോഗ്രാം വരെ ഇവർക്ക് തൂക്കവും ഉണ്ടാകും. ആൺ ഉടുമ്പുകൾക്ക് പെണ്ണുടുമ്പുകളെ വെച്ച് നോക്കുമ്പോൾ അല്പം വലിപ്പ കൂടുതലും ഉണ്ടാകും. മറ്റുള്ള ചില ഉരകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉടുമ്പിന്റെ ശ്വാസകോശം കുഞ്ഞ് സഞ്ചി കുമിളകൾക്ക് പകരം സ്പോഞ്ച് പോലുള്ള കലകൾ കൊണ്ടാണ് ഉള്ളത്. അതിനാൽ വേഗത്തിലും ഉഷാറായും വായു കൈമാറ്റം നടത്താനും കൂടുതൽ മെച്ചപ്പെട്ട ഉപാജയ നിരക്ക് നിലനിർത്താനും ഇവർക്ക് കഴിയും. ഹൃദയത്തിന് 3 അറകൾ ആണെങ്കിലും ഹൃദയ പമ്പിങ്ങിന്റെ അവസരത്തിലെ സിസ്റ്റോളിക് ഘട്ടത്തിൽ ശുദ്ധ അശുദ്ധ രക്തം തമ്മിൽ കലരാതെ സംരക്ഷിക്കുന്ന മികച്ച വെൻട്രിക്കുലാർ സിസ്റ്റവും ഉടുമ്പിനുണ്ട്. ഇതുമൂലം ആവശ്യത്തിന് ഓക്സിജൻ കോശങ്ങളിൽ എത്തും. ഇതൊക്കെ എന്തിനാ പറഞ്ഞു വന്നത് എന്ന് വെച്ചാൽ ഇതുകൊണ്ടൊക്കെ തന്നെ ഉടുമ്പിനെ അത്ര എളുപ്പത്തിൽ ഓടിച്ചു തളർത്താനാവില്ല. പലപ്പോഴും ഇരപിടിയന്മാർക്ക് കിതപ്പ് മാത്രമേ ബാക്കിയുണ്ടാകൂ. മറ്റൊരു കാര്യം, ഇവന്മാരുണ്ടല്ലോ ഒരു ഏകാന്ത ജീവിയാണ്. ഇരപിടിക്കുന്നതും താമസിക്കുന്നതുമൊക്കെ ഒറ്റയ്ക്കാണ്. നിലത്ത് മാളം ഉണ്ടാക്കിയോ പാറയിടുക്കുകളിലോ മരപ്പൊത്തുകളിലോ ഒക്കെയാണ് ഈ ഏകാന്തവാസം. ശക്തിയേറിയ 4 കാലുകളിലെ 5 വിരലുകളിലുമായി ഇവർക്ക് നല്ല കൂർത്ത് വളഞ്ഞ നഖങ്ങളുണ്ട്. അതിനാലാണ് പദമുള്ള ഏതിലും അല്ലെങ്കിൽ കുത്തനെയുള്ള മരത്തിലും വരെ അള്ളിപ്പിടിച്ച് വളരെ വേഗം കയറാൻ കഴിയുന്നത്. പിന്നെ മുമ്പ് പറഞ്ഞില്ലേ വാലിന്റെ കാര്യം, അത് പറയാം. പേശി നിർമ്മിതമായ നീളം കൂടിയ വാൽ ഉപയോഗിച്ച് ഇവ ശത്രുക്കളെ ഭയപ്പെടുത്താറുണ്ട്. വാലിന്റെ അരികുകളിൽ ഈർച്ചവാൾ മുന പോലുള്ള കുനിപ്പുകളും ഉണ്ടാകും. ചെറിയ ജീവികളെയൊക്കെ ഇവർക്ക് ഈ വാലുകൊണ്ട് കീഴ്പ്പെടുത്താൻ ആവുമെങ്കിലും അല്പം വലിപ്പമുള്ളവയെ ഒന്ന് ഉപദ്രവിക്കാൻ മാത്രമേ സാധിക്കൂ. അപ്പൊ പറഞ്ഞു വന്നത്, ആളുകളെ ഈ വാലുകൊണ്ട് തട്ടിക്കളയാമെന്നൊക്കെ പറയുന്നത് ചുമ്മാ തള്ളാണ്. അഗ്രഭാഗം 2ആയി പിളർന്നിരിക്കുന്ന നാവ് വളരെ നീളത്തിൽ പുറത്തേക്ക് നീട്ടാൻ ഇവയ്ക്ക് കഴിയും. മണം പിടിക്കാനാണ് ഈ നാക്ക് ഉപയോഗിക്കുന്നത്. തല ഇരുവശങ്ങളിലേക്കും തിരിച്ച് നാക്ക് നീട്ടിയും വലിച്ചും ചുറ്റുപാടുമുള്ള ജീവസാന്നിധ്യങ്ങൾ അറിഞ്ഞാണ് ഇവരുടെ സഞ്ചാരം. പിന്നെ മൂക്കിന്റെ ദ്വാരത്തിനും പ്രത്യേക കഴിവുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾക്ക് കൺപോള ഉപയോഗിച്ച് കണ്ണടച്ച് പിടിക്കാൻ കഴിയും പോലെ ഇവർക്ക് മൂക്ക് ഇഷ്ടം പോലെ തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന പ്രത്യേക അടപ്പ് സംവിധാനമുണ്ട്. അഴുക്കും മണ്ണും വെള്ളവും കയറാതെ ഈ അടപ്പ് സൂക്ഷിച്ചോളും. 17 മിനിറ്റ് വരെ വെള്ളത്തിൽ മുങ്ങിക്കഴിയാനും ഇവർക്ക് പറ്റുമത്രേ. ഉടുമ്പിന്റെ പിടുത്തം വിടുവിപ്പിക്കാൻ വലിയ പ്രയാസമാണെന്നാണ് വെപ്പെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത്ര കടുത്ത പിടുത്തമൊന്നുമല്ല ഉടുമ്പിൻ്റെത്. കരുത്തുള്ള മുൻപിൻ കാലുകളിലെ കൂർത്ത നഖങ്ങൾ കൊണ്ട് കിട്ടിയിടത്ത് അമർത്തിപ്പിടിക്കാനാകും എന്ന് മാത്രം. ഛത്രപതി ശിവജിയുടെ പടയാളികൾ മുഗൾ മറാത്ത യുദ്ധകാലത്ത് 1670 കൊണ്ടാന കോട്ട, അതായത് സിംഹഗഡ് പിടിച്ചടക്കിയത് ഉടുമ്പിന്റെ സഹായത്തോടെയാണെന്ന് ഒരു കഥയുണ്ടല്ലോ. ഔറംഗസേബിന്റെ കീഴിലുള്ള രജപുത്താനയിലെ ജയ്സിംഹിന്റെ അധീനതയിലുള്ളതായിരുന്നു ഈ കോട്ട. ഉദയബാൻ സിംഗ് രത്തോടെയായിരുന്നു കോട്ട കാത്തിരുന്നത്. രാത്രി രഹസ്യമായി ചെങ്കുത്തായ കോട്ടമതിൽ കയറാൻ ശിവജിയുടെ സേനാനായകനായ തനാജി മലുസരയുടെ പട്ടാളത്തെ പരിശീലനം കിട്ടിയ യശ്വന്തി എന്ന വളർത്തുടുമ്പാണ് ഇവരെ സഹായിച്ചതത്രേ.
അരയിൽ കെട്ടിയ കയറേണിയുമായി മുകളിലേക്ക് കയറിയ ഉടുമ്പ് കൊത്തളത്തിൽ ചുറ്റി വരിഞ്ഞു നിന്നെന്നും ആ കയറിൽ പിടിച്ച് മുകളിൽ കയറി തനാജിയും കൂട്ടരും ശത്രുവിനെ കീഴ്പ്പെടുത്തി എന്നുമാണ് കഥ. നമ്മുടെ വടക്കൻ പാട്ട് കഥകൾ സിനിമയാക്കിയപ്പോൾ നായകൻ വില്ലന്റെ പൊന്നാപുരം കോട്ടകളിൽ കയറുന്നതും ഇത്തരത്തിൽ ഉടുമ്പിനെ കയറുകെട്ടിയാണ്. കായംകുളം കൊച്ചുണ്ണിയെ പോലുള്ള ചില വമ്പൻ കള്ളന്മാരുടെ കഥകളിലും ഉടുമ്പിനെ കാണാം. പക്ഷേ ഒരു ഒത്ത മനുഷ്യന്റെ ഭാരം താങ്ങാനാകും വിധം ഉടുമ്പിന് ചുമരിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ കഴിയില്ല എന്നാണ് കരുതപ്പെടുന്നത്. പലതും വെറും അതിശയോക്തി കഥകൾ മാത്രമാകാനാണ് സാധ്യത. ഇനി പറയാനുള്ളത്, ഉടുമ്പിന്റെ ചോര ചൂടോടെ കുടുകുടാ കുടിച്ച് കട്ട പിടിക്കാതിരിക്കാൻ ഓടി ദഹിപ്പിച്ച് അതിശക്തിമാനാകുന്ന പഴയ കീരിക്കാടന്മാരുടെ വീരകഥകൾ ചില പഴമക്കാർ പറയാറുണ്ട്. അതും വിശ്വസിച്ച് ഉടുമ്പിനെ തിന്നാനും ചോര കുടിക്കാനും പോയാൽ പണി പാളും. ഒന്നാമത് വനം വകുപ്പ് പൊക്കിക്കൊണ്ടുപോകും. പിന്നെ മറ്റൊന്ന്, കേസ് മാത്രമല്ല ഉണ്ടാകുക, ചിലപ്പോൾ മസ്തിഷ്ക രോഗം പിടിപെട്ട് ആള് കാഞ്ഞു പോയെന്നും വരാം. ഇവയുടെ മാംസത്തിലും രക്തത്തിലും ആൻജിയോസ്ട്രോഞ്ചിലസ് കാൻഡോനെൻസിസ് എന്ന ഇനം പരാതവിരകളുടെ ലാർവകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഇവയുടെ മാംസം കഴിക്കുന്നതും രക്തം കുടിക്കുന്നതും ഇയോസിനോഫിലിക് മെനിഞ്ചിസ്റ്റിസ് എന്ന രോഗത്തിന് കാരണമാവാം. ചുരുക്കി പറഞ്ഞാൽ ഈ പാവം ഉടുമ്പുകളെ ഭീകരജീവിയാക്കിയവരെ അത്ര വലിയ ഭീകരനൊന്നുമല്ല ഈ ഉടുമ്പുകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.